ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവിധ PSC പരീക്ഷകളുടെ മുൻകാലങ്ങളിലെ ജനറൽ ഇംഗ്ലീഷ് ചോദ്യപേപ്പറുകളാണ്. ഈ ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മലയാളം ഓൾറെഡി ഇതുപോലെ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. മലയാളം മോക്ക് ടെസ്റ്റ് എന്ന പേരിൽ ഒരൊറ്റ പ്ലേലിസ്റ്റ് ആയിട്ട് ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് മുന്നേ അതെല്ലാം പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 2018 അസിസ്റ്റന്റ് എക്സാമിന്, അതായത് ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, KSFE, KCB ആ ഒരു ഇതിൽ ചോദിച്ചിട്ടുള്ള എക്സാം ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദോസ് ഗിവൺ ബിലോ. സിമെട്രി എന്നതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ഒരു സൈഡിൽ എഴുതി നോക്കുക ഏതായിരിക്കും കറക്റ്റ് വരുന്നത്. അപ്പൊ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സിമെട്രി. SYMMETRY ആണ് സിമെട്രി. ഓക്കെ, അപ്പൊ അതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ: filling the blank space with the correct phrasal verb. When the bomb dash everyone run helter skelter. ഹെൽട്ടർ സ്കെൽട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പരിഭ്രമത്തോടെയുള്ള ഓട്ടം എന്നാണ് അർത്ഥം. അപ്പൊ റാൻ പരിഭ്രമത്തോടെ, ഹെൽട്ടർ സ്കെൽട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? പരിഭ്രമത്തോടെ നമ്മൾ ഓടാറില്ലേ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ. അപ്പൊ ബോംബ് അവിടെ പൊട്ടുകയാണ് ഉണ്ടായത്. ബോംബ് പൊട്ടുക എന്നുള്ള അർത്ഥത്തിൽ ഏത് ഫ്രേസൽ വെർബാണ് യൂസ് ചെയ്യുന്നത്? ഗോ ഓഫ് ആണ്. അപ്പൊ തന്നിരിക്കുന്നത് ഓപ്ഷനിൽ ഗോ ഓഫ് ഇല്ല. ഗോ ഓഫ് ആണ് എക്സ്പ്ലോഡ് എന്നുള്ള മീനിങ്ങിലുള്ള ഫ്രേസൽ വെർബ്. അപ്പൊ തന്നിട്ടുള്ളതിലില്ല. പക്ഷേ ഇത് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗോയുടെ പാസ്റ്റ് എന്താണ്? വെന്റ് ആണ്. സോ ഓപ്ഷൻ സി വരും, വെന്റ് ഓഫ് ആണ് ആൻസർ വരുന്നത്. ഏത് വരും? വെന്റ് ഓഫ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ഐഡന്റിഫൈ ദ അന്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ദ യങ് ഗാലന്റ് ലോഷിംഗ്വർ റോഡ് ഇൻ ഓൺ ഹിസ് സ്റ്റീഡ്. സ്റ്റീഡ് എന്ന് വെച്ചാൽ എന്താണ്? കുതിര എന്നാണ്. അപ്പൊ ദ യങ് ഗാലന്റ്, ഇതിനകത്ത് അണ്ടർലൈൻ ഇട്ടിരിക്കുന്ന വേർഡ് ഗാലന്റ് എന്നതാണ്. അപ്പോൾ ഗാലന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആന്റോണിം. അപ്പൊ ഗാലന്റിന്റെ മീനിങ് അറിഞ്ഞിരിക്കണം. ഗാലന്റ് എന്ന് വെച്ചാൽ എന്താണ്? ധീരൻ എന്നാണ് അർത്ഥം. ധീരൻ. അപ്പോ ധീരൻ എന്ന ഓപ്പോസിറ്റ് എന്താണ്? ഭീരു ആണല്ലേ. ഭീരു എന്നുള്ള അർത്ഥം വരുന്ന ഇവിടെ ഏതുണ്ട്? ഓപ്ഷൻ എ ആണ്, കോവാർഡ് ആണ്. അപ്പോ ഗാലന്റ് ഓപ്പോസിറ്റ് കോവാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ: സബ്സ്റ്റിറ്റ്യൂട്ട് one word for the underlined phrase. He joined the college to study the branch of science that deals with the study of heavenly bodies. Heavenly bodiesന്റെ സ്റ്റഡി ഓഫ് ആ ബ്രാഞ്ച് ഓഫ് സയൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ജ്യോതിശാസ്ത്രം എന്ന് വിളിക്കും. ഇത് ആസ്ട്രോളജി ആണോ ആസ്ട്രോണമി ആണോ എന്നുള്ളത് ഡൗട്ട് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആസ്ട്രോണമി ആണ്. ആസ്ട്രോണമി ആണ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹെവൻലി ബോഡീസ്. പക്ഷേ ആസ്ട്രോളജി എന്ന് വെച്ചാൽ എന്താണ്? ജ്യോതിഷമാണ്. എന്ത്? ആസ്ട്രോളജി. ജ്യോതിശാസ്ത്രമാണ് ആസ്ട്രോണമി. അടുത്ത ക്വസ്റ്റ്യൻ: കംപ്ലീറ്റ് ദ പ്രോവർബ്. ഒരു പ്രോവർബ് ആണ്. ആൻ ഐഡിൽ മൈൻഡ് ഈസ് ദ ഡാഷ്. മിണ്ടാതിരിക്കുന്ന മനസ്സ് എപ്പോഴും എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ബാക്കി എന്ത് വരും? ബാക്കി വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡെവിൾസ് വർക്ക്ഷോപ്പ് ആണ്. ഡെവിൾസ് വർക്ക്ഷോപ്പ് മറക്കരുത്, അതൊരു പ്രോവർബ് ആണ്. ആൻ ഐഡിൽ മൈൻഡ് ഈസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ: അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഇൻ ദ പ്രോപ്പർ സീക്വൻസ് ടു ക്രിയേറ്റ് എ മീനിങ് സെന്റൻസ്. തന്നിരിക്കുന്ന ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു മീനിങ് ഫുൾ സെന്റൻസ് ഉണ്ടാക്കണം. അപ്പൊ എന്തുണ്ടാക്കും? നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. പ്ലെന്റി ഉണ്ട്, there are ഉണ്ട്, ഓഫീസ് ഉണ്ട്, ഇൻ ദ റിവർ ഉണ്ട്. അപ്പൊ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? there are വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. there are plenty of fish in the river. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. there are plenty of fish in the river. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ: ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ടെൻസ് ഫോം. തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ടെൻസ് ഫോം എന്ന് നോക്കുക. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിൽ എന്തെങ്കിലും ഹിന്റ് കാണും ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട് ഡാഷ് ഫോർ 10 minutes. ഡാഷ് ഫോർ 10 minutes. അപ്പൊ അവിടെ ആൻസർ എന്ത് വരും? ആൻസർ എന്ത് വരും? 4
10 മിനിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം 4 കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം വന്നിട്ടുണ്ട്. 4ഓ സെൻസോ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ടെൻസ് എന്തായിരിക്കും? ടെൻസ് വരുന്നത് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്താണ്? ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പൊ ഇവിടെ ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട് എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് അത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഏത് ചേർക്കണം? ഹാവ് ബീൻ ഗോസിപ്പിംഗ് ചേർക്കണം. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഹാവ് ബീൻ ഗോസിപ്പിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. തന്നിട്ടുള്ളതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഏത് ഉത്തരം വരും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ദി പിന്നെ ദി വീണ്ടും ദ തന്നെ വരും. കാരണം രാജധാനി എന്ന് പറയുമ്പോൾ ഒരു ട്രെയിനിന്റെ പേരാണ്, എടുത്തു പറയുകയാണ്. അപ്പൊ രാജധാനി, ദ രാജധാനി ഈസ് വൺ ഓഫ് ദ, കാരണം സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് ഗ്രാൻഡസ്റ്റ് എന്നത്. അപ്പൊ ഗ്രാൻഡസ്റ്റിന് മുന്നിൽ നമ്മൾ ഏത് ചേർക്കണം? ദ ചേർക്കണം. സോ ദ രാജധാനി ഈസ് വൺ ഓഫ് ദ ഗ്രാൻഡസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ എന്ന് വരും. ട്രെയിൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ ഗ്രൂപ്പ് ഓഫ് ഫിഷ്? ഗ്രൂപ്പ് ഓഫ് ഫിഷ് അല്ലെങ്കിൽ ഫിഷിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സ്കൂൾ ഓഫ് ഫിഷ് ആണ്. സ്കൂൾ ഓഫ് ഫിഷ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് എ സ്യൂട്ടബിൾ ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. എയ്തർ മൈ ഷൂസ് ഓർ യുവർ കോട്ട് ഡാഷ് ഓൾവേസ് ഓൺ ദ ഫ്ലോർ. അപ്പൊ ഇവിടെ എയ്തർ ഓർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എയ്തർ ഓർ വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത് വന്നിരിക്കുന്ന സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. അപ്പൊ യുവർ കോട്ട് എന്നത് സിംഗുലർ ആണ്. സോ അവിടെ നമ്മൾ വെർബ് ചേർക്കുന്നത് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം ചേർക്കാനുള്ളത്. സോ അവിടെ ഈസ് എന്ന് വരും. എയ്തർ മൈ ഷൂസ് ഓർ യുവർ കോട്ട് ഈസ് ഓൾവേസ് ഓൺ ദ ഫ്ലോർ എന്ന് വരും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2018 ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച 20 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് നോക്കാം, 20 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് മനസ്സിലാക്കുന്നത് ഒരു എക്സാം ആയിട്ട് കണ്ട് നിങ്ങൾ ഇതിനെ എടുക്കുമ്പോഴാണ്. എക്സ്പ്ലനേഷനും കൂടി പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യന് ആ ഒരു നിയമം എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ദാറ്റ് ഈസ് അണ്ടർലൈൻഡ്. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ എന്നതാണ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഹാൻഡ് റൈറ്റിംഗിന് മുന്നേ ആണ് ബ്യൂട്ടിഫുൾ വന്നിട്ടുള്ളത്. ഹാൻഡ് റൈറ്റിംഗ്, കൈയെഴുത്ത് എന്നതൊരു നൗണാണ്. നല്ല മനോഹരമായ കൈയെഴുത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എന്താണ്? ബ്യൂട്ടിഫുൾ എന്നത് നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു നാമവിശേഷണമാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ അഡ്ജക്റ്റീവ് ആണ്. എന്താണ് ബ്യൂട്ടിഫുൾ എന്നാൽ? എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്. അടുത്തത്, റോയ് stood first in the test. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിനകത്ത് ആദ്യം വന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണെന്നാണ്. അപ്പൊ നോക്കുമ്പോൾ സ്റ്റുഡ് വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡ് സ്റ്റുഡ് ആണ്. അപ്പൊ നമ്മൾ അവിടെ ഏതെടുക്കും? സ്റ്റുഡിൽ നിന്ന് ഡിഡ് ഫോമിങ് എടുക്കും. അപ്പൊ ഡിഡ് വന്നു. ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കാനുള്ളത് എന്താണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ സെന്റൻസ്? അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ടാഗിൽ എന്ത് ചേർക്കണം? നെഗറ്റീവ് ചേർക്കണം. സോ ഓപ്ഷൻ ബി വരും. ഡിഡിന്റെ ഹി വരും. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രേയ ഈസ് ദ ഡാഷ് സ്റ്റുഡന്റ് ഇൻ ഹെർ ക്ലാസ്. അപ്പൊ ദ വന്നിട്ടുണ്ട്. സൂപ്പർലേറ്റീവ് ഡിഗ്രി വേണം നമ്മൾ ഇവിടെ ചേർക്കാനുള്ളത്. ഓപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും ക്ലെവറിന്റെ ഏതോ ഒരു ഫോം ചേർക്കണം. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്ന് എങ്ങനെ മനസ്സിലാവും? ഇവിടെ ദ എന്നുള്ള എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ചേർക്കും. ഏതാണ്? ക്ലെവറസ്റ്റ് ആണ്. ശ്രേയ ഈസ് ദ ക്ലെവറസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ഹെർ ക്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അനു സെഡ് ടു ഹിം എന്നുള്ളത് അനു ആസ്ക്ഡ് ഹിം ആവും. അപ്പൊ ഓപ്ഷൻസിലെല്ലാം തന്നെ എന്തുണ്ട്? അനു ആസ്ക്ഡ് ഹിം എന്നുണ്ട്. അടുത്ത അനു ആസ്ക്ഡ് ഹിം വെൻ വരെ ഓക്കെ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആരോടാണോ പറഞ്ഞിരിക്കുന്നത് അത് വേണം എഴുതാനായിട്ട്. അപ്പൊ ഇവിടെ യു എന്നുള്ളത് ഏതായിട്ട് മാറും? ഹി ആയിട്ട് മാറും. പിന്നെ വിൽ എന്നത് പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് വുഡ് ആയിട്ട് മാറും. ദെൻ വുഡ് മാരി മീ. മാരി മീ എന്നുള്ളത് അവനോടാണ് പറഞ്ഞത് അല്ലേ? അനു
അവനോടാണ് പറഞ്ഞത്. അപ്പൊ എന്തെന്നാ എന്നെ കല്യാണം കഴിക്കൂ എന്ന് അവനോട് ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് മാരി ഹെർ ആണ്. അനു ആസ്ക്ഡ് ഹിം വെൻ ഹി വുഡ് മാരി ഹെർ എന്ന്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഹി ഹാഡന്റ് ഫാളൻ സിക്ക് ഹി ഡാഷ് ദ എക്സാം. അപ്പൊ എന്താണ് ഇത്? ഇഫ് ക്ലോസ് ആണ്. സോ ഇഫ് ക്ലോസിനകത്ത് ഹാഡിന്റ് ഫാളൻ ആണ് വന്നിരിക്കുന്നത്. സോ മെയിൻ ക്ലോസ് എങ്ങനെ വരണം? വുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് വരണം. സോ വുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ വുഡ് ഹാവ് റിട്ടൺ വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ കംസ് ടു സ്കൂൾ ഡാഷ് ബസ്. ബസ്സിലാണ് അവൾ വരുന്നത് എന്ന് പറയുകയാണ്. സോ അവിടെ നമ്മൾ ചേർക്കേണ്ടത് പ്രിപ്പോസിഷൻ ഏതാണ്? ബൈ ആണ് ചേർക്കാനുള്ളത്. ഷീ കംസ് ടു സ്കൂൾ ബൈ ബസ്. ബൈ ബസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് എ ബേക്കേഴ്സ് ഡസൻ? ഒരു ഡസൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 12 എണ്ണമാണ്. എന്നാൽ ബേക്കേഴ്സ് ഡസൻ എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, 13 ആണ്. ബേക്കേഴ്സ് ഡസൻ എത്രയാണ്? 13 ആണ്. ഒന്നും കൂടി അധികമുണ്ട്. ചൂസ് ദ സിനോണിം ഓഫ് ലഡിക്കറസ്. ലുഡിക്രസ് ഇതിന്റെ സിനോണിം എന്താണ്? ലുഡിക്രസ് എന്ന് വെച്ചാൽ എന്താണ്? ഹാസ്യപ്പെടുത്തുന്ന, ഹാസ്യപരമായി എന്നുള്ള അർത്ഥമാണ് ലുഡിക്രസ്. അതേ അർത്ഥം വരുന്ന ആൻസർ ഓപ്ഷൻ എ ആണ്, അബ്സേർഡ് ആണ്. അബ്സേർഡ്. ഏതാണ് സിനോണിം ഓഫ് ലുഡിക്രസ്? എന്താണ്? അബ്സേർഡ് ആണ്. അപ്പൊ ഈ സിനോണിംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതെങ്കിലും എക്സാമിന് പോകുന്ന, ഇനി നമുക്ക് ഒരുപാട് ടൈം ഇല്ല പഠിക്കാനായിട്ട്. അപ്പൊ എന്തേക്കാ, ഈ PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്നും കൂടി പഠിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വേറൊരു നോട്ട്ബുക്കിലോട്ടോ ഒരു സൈഡിലോട്ടോ എഴുതി വെക്കണം. ചോദിച്ച സിനോണിംസ്. ലുഡിക്രസ് എന്താണ്? അബ്സേർഡ് ആണ്. അബ്സേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫീമെയിൽ ഷീപ്പ് ഈസ് കാൾഡ്? ഫീമെയിൽ ഷീപ്പിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എന്ത് വിളിക്കും? ആൻസർ ഷീപ്പ്. ഫീമെയിൽ ഷീപ്പ് ആണെങ്കിൽ എന്ത്? യു എന്നാണ്. ഇത് ഏവെന്ന് നമ്മൾ പറയാം, EVEWE. പക്ഷേ ഇത് വായിക്കുന്നത് യു എന്നാണ്. ഓക്കെ, പ്രൊനൗൺസ് ചെയ്യുന്നത് യു എന്നാണ്. എന്താണ് ഫീമെയിൽ ഷീപ്പ് കാൾഡ്? യു ആണ്. EWE ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്റോണിം ഓഫ് ബ്രേവറി. ബ്രേവറി എന്ന് വെച്ചാൽ എന്താണ്? ധൈര്യം എന്നാണ്. അപ്പോൾ ബ്രേവറിയുടെ അന്റോണിം എന്താണ്? ഓപ്പോസിറ്റ് എന്താണ്? ഭീരുത്വം. ഭീരുത്വമാണ്. ഭീരുത്വത്തിന്റെ മലയാളം ഓപ്പോസിറ്റ് എന്താണ്? കോവാഡൈസ്. നമ്മൾ നേരത്തെ കോവാഡ് പറഞ്ഞില്ലേ? അപ്പോൾ അത് തന്നെ സംഭവം ഇവിടെ കോവാഡൈസ് ആണ്. അപ്പൊ ബ്രേവറി ഓപ്പോസിറ്റ് കോവാഡൈസ് ആണ്. സെലക്ട് ദ ഇഡിയം വിച്ച് മീൻസ് അൺഏബിൾ ടു റീച്ച് എ ഡിസിഷൻ. ഒരു ഡിസിഷനിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ള മീനിങ് വരുന്ന ഇഡിയം തന്നിട്ടുള്ളതിൽ ഏതാണ്? ഏതാണ് വരുന്നത്? മിസ് ദ ബോട്ട് ഉണ്ട്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഉണ്ട്, സിറ്റ് ഓൺ ദ ഫെൻസ്, ദ ലാസ്റ്റ് റോ. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സിറ്റ് ഓൺ ദ ഫെൻസ് ആണ്. അൺഏബിൾ ടു റീച്ച് എ ഡിസിഷൻ എന്ന മീനിങ് വരുന്ന ഇഡിയം എന്താണ്? സിറ്റ് ഓൺ ദ ഫെൻസ് ആണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് ഹിസ് റൂഡ് ബിഹേവിയർ. അവന്റെ റൂഡ് ബിഹേവിയറുമായിട്ട് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സഹിക്കുക എന്നാണ് നമ്മൾ ചേർക്കാനുള്ള ഇത് ഫ്രൈസൽ വെർബ്. സ്ഥിരം PSC ചോദിക്കുകയാണ് ഈ സഹിക്കുക അഥവാ ടോളറേറ്റ് എന്ന മീനിങ് ഉള്ള എന്താണ് അതിന് പറയുന്നത്? ഫ്രൈസൽ വെർബ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പുട്ടപ്പ് വിത്ത് ആണ്. പുട്ടപ്പ് വിത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി വിൽ ഡു ദ വർക്ക് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അങ്ങനെ വരുമ്പോൾ ദ വർക്ക് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ദ വർക്ക് പിന്നീട് അങ്ങ് സബ്ജക്റ്റ് ആയിട്ട് മാറും. പിന്നെ വിൽ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചേർക്കും? വിൽ ബി ചേർക്കും. അപ്പോൾ ദ വർക്ക് വിൽ ബി. അടുത്തത് ഡൂയിന്റെ V3 ഫോം ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? ഡൺ ബൈ ഹിം. അപ്പോൾ ദ വർക്ക് വിൽ ബി ഡൺ ബൈ ഹിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. സ്ഥിരം PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണിത്. എന്ത്? 12th എന്നുള്ള ക്വസ്റ്റ്യൻ. 12th, 90, 40 ഈ 3 ക്വസ്റ്റ്യൻസ് സ്പെല്ലിംഗ് കറക്റ്റ് ആക്കാൻ വേണ്ടി എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഏതായിരിക്കും ആൻസർ? 12th കറക്റ്റ് ആൻസർ. ആൻസർ ഓപ്ഷൻ എ ആണ്, 12th ആണ്. TWELFTH ആണ്. എഫ് ഇവിടെ നമുക്ക് എന്താണ്? സൈലന്റ് ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കണം. പിന്നീട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ആക്കുന്ന 90, 40 ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. കാരണം ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കേട്ടോ, എത്ര പേര് കേട്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 90, 40 നിങ്ങൾ എന്ത് ചെയ്യുക? സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അറിഞ്ഞിടാത്ത ആൾക്കാരാണെങ്കിൽ അത് പഠിക്കുക. ഓക്കെ, വാട്ട് ഡു യു കോൾ എ ഗ്രൂപ്പ് ഓഫ് ഔൾസ്? ഓൾസിന്റെ എന്ത് കളക്റ്റീവ് നൗൺ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാർലമെന്റ് ആണ്. പാർലമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൂൾസ് റഷ് ഇൻ വെയർ ആഞ്ചൽസ് ഫിയർ ടു ഡാഷ്. എന്താണ്? പിന്നെ
ഏഞ്ചൽസ് എപ്പോഴും എന്താണ് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പൊ അതൊരു പ്രോവർബാണ്. ആൻസർ എന്താണ്? വിഡ്ഢികൾ തിരക്കിടുന്നിടത്ത് ഏഞ്ചൽസ് എന്ത് ചെയ്യും? സമാധാനപരമായിട്ട് പോകും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, ട്രെഡ് ആണ്. ഫൂൾസ് റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വൺ വേർഡ് ഫോർ തിങ്ക് അബൌട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം. ചിന്താമഗ്നനായിരിക്കുക എന്ന് മലയാളത്തിൽ പറയാം. കുറെ നേരത്തേക്ക് എന്തെങ്കിലും ചിന്തിച്ചിരിക്കുന്നെങ്കിൽ അതിന് പറയുന്ന വൺ വേർഡ് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കണ്ടംപ്ലേറ്റ് ആണ്. കണ്ടംപ്ലേറ്റ്. തിങ്ക് അബൌട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, കണ്ടംപ്ലേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഫെൽ ഇൽ ആഫ്റ്റർ ഡാഷ് കണ്ടാമിനേറ്റഡ് ഫുഡ്. എന്താണ്? കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിച്ചിട്ട് അവൻ അസുഖത്തിലായി എന്നാണ്. അപ്പൊ കഴിച്ചിട്ട് എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഏതെടുക്കും? ഓപ്ഷൻ ഡി ആണ്, ഈറ്റിംഗ് ആണ്. ഹി ഫെൽ ഇൽ ആഫ്റ്റർ ഈറ്റിംഗ് കണ്ടാമിനേറ്റഡ് ഫുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് ദ വേർഡ് ഡിബച്ചറി. ഡിബച്ചറിയുടെ മീനിങ് എന്താണ്? ഡിബച്ചറി എന്നാൽ അതിന്റെ മീനിങ് നമ്മൾ എന്താണ്? നമ്മൾ എന്താ തന്നെ പറയുമ്പോൾ അതിന്റെ കറക്റ്റ് മലയാളം ഇതിന്റെ അർത്ഥം പറയും എന്താണ്? ഓപ്ഷൻ ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് ഡിബച്ചറി എന്താണെന്ന് മനസ്സിലാവും. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇമ്മോറൽ ആണ്. ഇമ്മോറൽ എന്ന് വെച്ചാൽ എന്താണ്? ലീഗൽ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇമ്മോറൽ. ഡിബച്ചറി മീനിങ് എന്താണ്? ഇമ്മോറൽ, അതായത് വശീകരിക്കുക എന്നൊക്കെ ആ ഒരു മീനിങ് ആണ് ഡിബച്ചറിക്കുള്ളത്. ഓപ്ഷൻ സി ആണ്, ഇമ്മോറൽ ആണ്. ജോൺ ആസ് വെൽ ആസ് ഹിസ് പാരന്റ്സ് ഡാഷ് കമ്മിങ്. ജോൺ ആസ് വെൽ ആസ് ഹിസ് പാരന്റ്സ് ഡാഷ് കമ്മിങ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ആസ് വെൽ ആസ് ആണ്. ആസ് വെൽ ആസ് വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കണം വെർബ് ചൂസ് ചെയ്യാനുള്ളത്. അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് ജോൺ ആണ്, ജോൺ സിംഗുലർ ആണ്. സോ നമ്മൾ ഇവിടെ ഏതെടുക്കും? ആൻസർ ഓപ്ഷൻ ഡി എടുക്കും, ഈസ് എടുക്കും. ജോൺ ആസ് വെൽ ആസ് ഹിസ് പാരന്റ്സ് ഈസ് കമ്മിങ്. പുതിയ ആൾക്കാർക്ക് ഒരു ഡൗട്ട് കാണും, ഹാസ് വന്നോടേന്ന്. ഹാസ് കമ്മിങ് എന്നുള്ള ഒരു വെർബ് ഫോം ഇല്ല. ഹാസ് ബീൻ കമ്മിങ് ആണെങ്കിൽ ഓക്കെ ആണ്. പക്ഷേ എന്താണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ളത്? ഈസേ വരത്തുള്ളൂ. ഓക്കെ, സോ ഈസ് കമ്മിങ് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിലയേറിയ സജഷൻസ് എനിക്ക് കമന്റ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് കാണുക. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമ്മുടെ ടെലഗ്രാമിന്റെ പേര് PSC ബേസിക്സ് എന്നാണ്. നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്താൽ, ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയില്ല എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.